ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതായി ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂര ദിവസമായ 12-ന് രാത്രി 8-ന് പടിഞ്ഞാറൻചേരിയും 9:30-ന് തെക്കുമംഗലം ദേശവും വെടിക്കെട്ട് നടത്തും. 13-ന് രാവിലെ 8 മണിക്കാണ് ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വെടിക്കെട്ട്. പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അവർ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. അതേ തുടർന്ന് നമുക്ക് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കമ്മിറ്റിയുടെ അപേക്ഷ ജില്ലാ ഭരണകൂടം തള്ളിയതിനെ തുടർന്ന് കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അനുമതി ലഭിച്ചത്. പകൽ വൈകുന്നേരം 8 മണിക്ക് പടിഞ്ഞാറൻചേരിയുടെ വെടിക്കെട്ടും 9:30-ന് തെക്കുമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ടുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പുലർച്ചെ ആനപ്പൂരം കഴിഞ്ഞതിന് ശേഷം 7 ദേശവും സംയുക്തമായിക്കൊണ്ട് വെടിക്കെട്ടും നടത്തുന്നു. ഇരു ചേരികളിലെയും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തും. ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽപൂരത്തിന് സമാപനം കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ നടത്തും. പടിഞ്ഞാറൻചേരിയിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും കിഴക്കൻചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പാണ്ടിമേളത്തിന് നേതൃത്വം നൽകും. ഇരു ചേരികളിലും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം അഭിമുഖമായി നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തും. ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽപൂരത്തിന് സമാപനം. കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തും. ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ മണികണ്ഠൻ, ജോയിന്റ് കൺവീനർ AR രാജേഷ്, പുത്തൻവീട്ടിൽ ശശിധരൻ, M സുഭാഷ്, K ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.